ഇപ്പോൾ സംവിധായകൻ ആഷിക് കപൂർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. താങ്കൾ ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആളാണ്, ആഷിക് കപൂറും ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആളാണ്. ആ ഇടതുപക്ഷ ലൈനിലെ ഏതാണ് ശരി എന്നുള്ളതായിരിക്കുമോ നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന് കാരണമെന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്താ പറയേണ്ടത്, ആഷിക്കും ഞാനുമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്തരങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. തന്നെയല്ല, എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക, ഞാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുക, ഇങ്ങനെ തുടങ്ങിയ വിശാലമായ താല്പര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിലപ്പുറം ഒരു ക്ലെയിം എനിക്കില്ല. ഞാൻ ഒരു അധികാര സ്ഥാനങ്ങളിലും ഇരുന്നിട്ടുള്ള ആളല്ല ഗവൺമെൻറ് സർക്കാരിൻ്റെ. ഇനി നിങ്ങൾക്ക് എന്നെ അത് കാണാനും സാധിക്കില്ല. അതെൻ്റെ വളരെ അടിയുറച്ച നിലപാടാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയത്തോടോ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിനോടോ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട് ജനാധിപത്യപരമായിട്ട് അത് പ്രകടിപ്പിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഞാനൊരു വ്യാജ ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ടാവണം. അദ്ദേഹം ഒരു 916 അല്ല ഒരു പത്തരമാറ്റ് ഇടതുപക്ഷ കാരനാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ബോധ്യത്തോടെ നീതി പുലർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. ഇപ്പോൾ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നങ്ങ് പറയുകയുണ്ടായി. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം, കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്നുള്ള മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് കാട്ടുന്നതായിരിക്കും. നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു വലിയ ചരിത്രമില്ലേ? ഈ വലിയ ചരിത്രത്തിനകത്ത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉള്ള കാര്യമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ളൊരു സംഗതി. അത് ഇപ്പം നമ്മൾ പറയും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് മലയാള ഫിലിം വ്യവസായത്തിൽ എന്നുള്ളൊരു നിലപാട് വേണം നമ്മൾ എടുത്തു പോകാൻ. കാലാകാലങ്ങളിൽ ഇതുപോലുള്ള ബോധ്യങ്ങളിലൂടെയും നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും നമ്മളൊരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളെ പാടെ നമ്മൾ തുടച്ചു നീക്കാൻ കഴിയണം, മറികടക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു യൂട്ടോപ്യനായിട്ടുള്ള എല്ലാം ശരിയായിട്ടുള്ള ഒരു ഭാവി നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള സംഗതിയാണ്. ആ പ്രവർത്തനത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നീതിയിൽ ബോധ്യമുള്ള എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒന്ന് മലയാള സിനിമയിൽ ഉള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണെന്നാണ് അങ്ങ് തീർച്ചയായിട്ടും. അല്ല, കഴിഞ്ഞ ദിവസം സംവിധായകൻ ലാൽ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കണമല്ലോ ആ കാര്യത്തിനകത്ത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അഭിനേത്രികളുണ്ട്. അവർ തന്നെ മറ്റ് ഭാഷകളിലെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവരാണ്. പക്ഷേ ആ ഭാഷകളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത്തരം ഒരു ആരോപണം അവർക്ക് പോലും ഉന്നയിക്കാനില്ല. അല്ല, അത് ഈ ഘട്ടത്തിൽ ഞാനതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോൾ ഒരു 1-to-1 ഒരു ഡയലോഗ് അവരുമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരും. അവർ ഇപ്പോൾ തുറന്നു പറഞ്ഞ സ്ത്രീകളാണ്. ആ ആദരവ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരോട് നമ്മളൊരു ഡയലോഗിന് ഈ കാര്യത്തിന് പോയിട്ട് അതിൻ്റെ സ്പെസിഫിക്സിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതൊക്കെ തെറ്റായ രാഷ്ട്രീയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷേപങ്ങൾ ഉള്ള ആളുകൾ അത് അറിയിക്കുകയാണ് ചെയ്തത്. അതേസമയം മറുവശത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഹേമ കമ്മിറ്റി ഒരു മൊഴി എടുത്തിട്ടില്ല. ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പക്ഷേ അങ്ങനെ ഒരു കുറ്റവിചാരണയ്ക്ക് വേണ്ടിയല്ല, കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ല, അതുതന്നെയാണ് അതിൻ്റെ കാരണം. അവർ മറുവശം കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഷി വാസ് ബേസിക്കലി കളക്ടിങ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ, അല്ലേ? അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൊറോപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മറ്റേയാളെ വിളിക്കുക, അത് അവരുടെ പരിധിയിൽ വരുന്നതോ അവരുടെ പ്രവർത്തന രീതിയോ അല്ല. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം മുഴുവൻ പേരുകളും വെളിയിൽ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. കാരണം മുഴുവൻ പേരുകളും വെളിയിൽ വരുമ്പോൾ അത് എത്ര വലിയ പേരുകളായി, അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡയലോഗ് ഓപ്പണാണ്, അല്ലേ? അവർക്കും പറയാൻ ചിലത് കാണും. അത് അവർ പറയേണ്ടത് ഈ നാട്ടിലെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയോട് കൂടിയാണല്ലോ. അതിനൊരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലൂടെ താണ്ടി നമ്മൾ വരുമ്പോൾ ഈ ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലൊരു വലിയ നവീകരണം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിന് തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ടാവാം. അതാണല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം എന്തായാലും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ പേരുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഊഹാപോഹങ്ങൾക്ക് വിടേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു പ്രോസസ്സിലൂടെ കടന്ന് പോകേണ്ടതാണ്.
പക്ഷെ അതിനകത്ത് അത്തരം ആഗ്രഹങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന രീതിയിലുള്ള ഉപാധികളോ നിബന്ധനകളോ ഉണ്ടെന്നുള്ളത് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിനടുത്തൊരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്, വിവരാവകാശ കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിലും അല്ലാത്തതുമായിട്ടുള്ള ബോഡികൾ ചേർന്നിട്ട് ആണല്ലോ ഈ റിപ്പോർട്ടിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനും വിശകലനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്തൊരു തീരുമാനം എടുക്കട്ടെ.